പ്രവാചകൻ മുഹമ്മദ് നബി സമാധാനത്തിന്റെ സന്ദേശവാഹകനായിരുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ. അസമാധാനത്തിന്റെ വിത്തുകൾ മുളച്ചുപൊന്തുന്ന ഇക്കാലത്ത് പ്രവാചകന്റെ സന്ദേശങ്ങൾ ഏറെ പ്രസക്തമാണെന്നും മന്ത്രി പറഞ്ഞു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മാന്നാർ പുത്തൻപള്ളി മുസ്ലിം ജമായത്തിന്റെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച വൈകുന്നേരം 7-ന് MMJ കൺവെൻഷൻ സെന്ററിൽ നടന്ന നബിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ. ഒരു കാലത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലത്താണ്. മനുഷ്യബന്ധങ്ങളെ സുദൃഢമാക്കാൻ തീർച്ചയായിട്ടും നമ്മളിത് എല്ലാ മേഖലയിലും പാലിക്കപ്പെടണം. മറ്റൊരു ഭാഗം കുടുംബബന്ധങ്ങളിൽ പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, വഴക്ക്, കേസുകൾ, കോടതി നടപടികൾ, ജയിൽവാസം ഒക്കെ വരുമ്പോൾ നമ്മുടെ സമൂഹത്തെ എങ്ങനെ ബാധിക്കും എന്ന് ഈ അവസരത്തിൽ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. എങ്ങനെ ഇതെല്ലാം ഒഴിവാക്കി നല്ല കുടുംബജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും, നല്ല കുടുംബങ്ങൾ ചേരുന്ന നല്ല സമൂഹത്തെ, നല്ല സമൂഹങ്ങൾ ചേരുന്ന നല്ല രാജ്യത്തെയും എങ്ങനെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും എന്ന് നമ്മുടെ ഈ ദിനത്തിൽ ആത്മപരിശോധന നടത്തണമെന്നാണ്. മറ്റൊരു ഭാഗത്ത് പ്രവാചകൻ പറയുന്ന ഒരു ഭാഗം. സമ്മേളനത്തിൽ ജമായത്ത് പ്രസിഡന്റ് റഷീദ് പടിപ്പുരയ്ക്കൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുൻ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ P. നസീർ മുഖ്യപ്രഭാഷണം നടത്തി. മാന്നാർ പുത്തൻപള്ളി ചീഫ് ഇമാം K. സഹലബത്ത് ദാരിമി നബിദിന സന്ദേശവും മദ്രസ കലാസാഹിത്യ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. ഹാജി T. മുഹമ്മദ് ഇക്ബാൽ കുഞ്ഞ്, നിയാസ് ഇസ്മായിൽ, അബ്ദുൽ കരീം കടവിൽ, PS സലീം മണപ്പുറത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മതസൗഹാർദ്ദത്തിന്റെ ശങ്കുലി മുഴക്കിയായിരുന്നു മാന്നാറിൽ നബിദിന സന്ദേശ റാലി. മാന്നാർ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ നബിദിന റാലിക്ക് തൃക്കുരട്ടി മഹാദേവ ക്ഷേത്ര നടയിലും ശ്രീ കുരുട്ടിശ്ശേരിയിലമ്മ ഭഗവതി ക്ഷേത്ര നടയിലും സ്വീകരണം നൽകി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1499ാമത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി മാന്നാർ മുസ്ലിം ജമായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന മതപ്രസംഗ പരമ്പരയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് നബിദിന റാലി നടത്തിയത്. വൈകുന്നേരം 4:30-ന് മാന്നാർ പുത്തൻപള്ളിയിൽ നിന്നും ആരംഭിച്ച നബിദിന റാലിക്ക് ശ്രീ കുരുട്ടിശ്ശേരിയിലമ്മ ഭഗവതി ക്ഷേത്ര നടയിൽ ക്ഷേത്ര ഭാരവാഹികളായ സജി കുട്ടപ്പൻ, പ്രഭകുമാർ, ശിവൻപിള്ള, ശിവൻകുട്ടി, അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തുടർന്ന് തൃക്കുരട്ടി ക്ഷേത്ര നടയിലെത്തിയ നബിദിന റാലിക്ക് മാന്നാർ തൃക്കുരട്ടി ക്ഷേത്ര ഉപദേശക സമിതിയും തൃക്കുരട്ടി മഹാദേവ സേവാ സമിതിയും സംയുക്തമായി സ്വീകരണം നൽകി. അവശരുടെ ആശ്രയമായി, അഗതി അനാഥരുടെ ആശാകേഹമായി, ആലംബഹീനരിൽ ആശ്വാസരേഖം ഉപദേശക സമിതി പ്രസിഡന്റ് ഹരികുമാർ ശിവം, സേവാ സമിതി പ്രസിഡന്റ് കലാധരൻ കൈലാസം, സമിതി സെക്രട്ടറി അനിൽ നായർ ഉത്രാടം, ഭാരവാഹികളായ കണ്ണൻ ഗോകുലം, സുന്ദരേശൻ പിള്ളൈ, വിനു കാരാഞ്ചേരിൽ തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. തക്ബീർ ധ്വനികൾ ഉയർത്തിയും പ്രവാചക കീർത്തനങ്ങൾ ആലപിച്ചും ദഫ്മുട്ടിന്റെ അകമ്പടിയോടെ പന്നായിക്കടവ്, പരിമലക്കടവ്, സ്റ്റോർ ജംഗ്ഷൻ, ആലുമൂട് ജംഗ്ഷൻ എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് തിരികെ പുത്തൻപള്ളിയിൽ സമാപിച്ച നബിദിന റാലിയിൽ മദ്രസ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. മാന്നാർ പുത്തൻപള്ളി ജുമാ മസ്ജിദ് ചീഫ് ഇമാം K. സഹലബത്ത് ദാരിമി, ജമായത്ത് കൗൺസിൽ ചെയർമാൻ ഹാജി ഇക്ബാൽ കുഞ്ഞ്, ജമായത്ത് പ്രസിഡന്റ് റഷീദ് പടിപ്പുരയ്ക്കൽ, ജനറൽ സെക്രട്ടറി നവാസ് NJ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. ജാതി സെൻസസ് നടപ്പിലാക്കുക എന്ന വിശ്വകർമ്മജരുടെ ആവശ്യം തീർത്തും ന്യായമായ ഒന്നാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. വിശ്വകർമ്മ സമൂഹം തങ്ങളുടെ ശക്തി തിരിച്ചറിയണമെന്നും കൊടിക്കുന്നിൽ അഭിപ്രായപ്പെട്ടു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ കുട്ടനാട് താലൂക്ക് യൂണിയൻ സംഘടിപ്പിച്ച വിശ്വകർമ്മ ദിനാചരണം രാമഗിരി മിൽമ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് MP. ഈ വിശ്വകർമ്മ ദിനം ആചരിക്കുന്ന ഈ അവസരത്തിൽ വ്യത്യസ്ത സംഘടനകളായിക്കോട്ടെ, പക്ഷെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണം. ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മുടെ അവകാശം, ഇപ്പോൾ ഞാൻ വായിച്ച് നോട്ടീസിൽ പറയുന്ന
കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വായിച്ചു. ജാതി സെൻസസ് നടപ്പാക്കുക ന്യായമായ കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് എത്രമാത്രം വിശ്വകർമ്മ ജനവിഭാഗങ്ങളുണ്ട്, അവരുടെ ജനസംഖ്യയ്ക്ക് അനുസരിച്ചുള്ള ആനുകൂല്യങ്ങളാണോ ഈ ഭരണഘടനാ പ്രകാരം നമുക്ക് ലഭിക്കേണ്ടതാണ്. നമ്മുടെ ജനസംഖ്യ എത്രയാണോ ആ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വിഭവം, അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വിഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാർ സർവീസ് ജോലി, അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ മേഖലകളിലും നമുക്ക് അവസരങ്ങൾ, അതിനെ ഫണ്ടുകൾ ചെലവഴിക്കുമ്പോൾ അതിന്റെ ഒരു ഷെയർ നമ്മുടെ ജനവിഭാഗത്തിന്റെ പുരോഗതിക്ക് ചെലവഴിക്കുന്നുണ്ടോ? ഇതൊക്കെ അറിയണമെങ്കിൽ, ഇതൊക്കെ വീതം വയ്ക്കണമെങ്കിൽ, എത്രമാത്രം നമുക്ക് അതിന് അർഹതയുണ്ട് എന്നറിയണമെങ്കിൽ ജാതി സെൻസസ് നടന്നേ പറ്റൂ. അത് ആരുടെയെങ്കിലും അവകാശം കവർന്നെടുക്കാനല്ല. സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് കെ ഓമനക്കുട്ടൻ അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് PK വാസുദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കൗൺസിൽ അംഗം R ബിനീഷ് ചന്ദ്രൻ വിദ്യാഭ്യാസ അവാർഡ് ദാനം നിർവഹിച്ചു. കുട്ടനാട് ബോർഡ് മെമ്പർ K ശശീന്ദ്രൻ, യൂണിയൻ സെക്രട്ടറി BP നാരായണൻകുട്ടി, മറ്റു ഭാരവാഹികളായ KP ബിജു, ഉണ്ണികൃഷ്ണൻ തകഴി, AV സുരേന്ദ്രൻ, PM ബിജു, വേണുഗോപാൽ മുട്ടാർ, വിജയഘോഷ് രാമങ്കരി, NB ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. യുവകവി ലിജു വിദ്യാധരൻ, ശില്പി ഷിനു വിശ്വനാഥൻ എന്നിവരെ കൊടിക്കുന്നിൽ സുരേഷ് MP ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. ഇന്നും പല രംഗങ്ങളിലും അവഗണന നേരിടുന്ന വിഭാഗമാണ് പട്ടികജാതി പട്ടികവർഗമെന്ന് പ്രശസ്ത മോഹിനിയാട്ട കലാകാരനും സിനിമാ നടനുമായ ഡോക്ടർ RLV രാമകൃഷ്ണൻ. മഹാത്മാ അയ്യങ്കാളിയെ പോലെ ആധുനിക കാലഘട്ടത്തിലെ വില്ലുവണ്ടി ഓടിക്കാൻ ദളിത് സമൂഹം ഒറ്റക്കെട്ടായി മുൻപോട്ട് വരണമെന്നും അദ്ദേഹം പറഞ്ഞു. ചങ്ങനാശ്ശേരി സജീവോത്തമപുരം പട്ടികജാതി റെസിഡൻസ് അസോസിയേഷന്റെയും വിവിധ പട്ടികജാതി സംഘടനകളുടെയും സംയുക്ത നേതൃത്വത്തിൽ നടത്തിയ മഹാത്മാ അയ്യങ്കാളി ജന്മദിന മഹോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു RLV രാമകൃഷ്ണൻ. വാശിയുണ്ട്. നമ്മുടെ മഹാത്മാ അയ്യങ്കാളി പറഞ്ഞതുപോലെ നമ്മുടെ സമുദായത്തിൽ നിന്നും 2-3 BA-കാരെങ്കിലും ഉണ്ടാകണമെന്ന് അന്ന് പറഞ്ഞു വെച്ച ആ ചിന്ത, അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഉണ്ടായ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു രക്തോട്ടം. അപ്പോൾ കലാരംഗത്ത് നമുക്ക് ഏറ്റവും മുൻഗതിയിലേക്ക് പോവാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ഒരു കലാരംഗമാണ് ഇന്ന് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. നമ്മളെ തളർത്തിയിടുന്ന രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മളിതിനു മുൻപേ, ഞാൻ വ്യക്തിയുടെ പേരൊന്നും പറയണില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലുണ്ട് ആ വ്യക്തിയുടെ പേര്. ഉദ്ഘാടന യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ CM ഷാജി അധ്യക്ഷനായിരുന്നു. CSDA സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം PK വൈശാഖ്, പ്രമുഖ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ TS ശ്യാംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. എന്തുകൊണ്ടാണ് നമ്മൾ 916 പുരോഗമനക്കാരായിട്ടും ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലറായിട്ട് വരാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ യോഗ്യതയുള്ളവരില്ലാഞ്ഞിട്ടല്ല, പ്രവേശിപ്പിക്കില്ല എന്നുള്ളതാണ്. ഡോക്ടർ M കുഞ്ഞാമൻ, അദ്ദേഹം സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനാണ്, സാമൂഹ്യ പണ്ഡിതനാണ്. അദ്ദേഹം അടുത്ത കാലത്താണ് മരണപ്പെട്ടത്. അദ്ദേഹം സാമൂഹ്യ സൈദ്ധാന്തികനായ ഡോക്ടർ M കുഞ്ഞാമൻ പറഞ്ഞത്, കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ കസേരയിലോ വൈസ് ചാൻസലറുടെ കസേരയിലോ ഒരു ദളിതൻ ഇരിക്കണമെങ്കിൽ മൂട്ടയായിട്ട് ജനിക്കേണ്ടി വരുമെന്നാണ് കുഞ്ഞാമൻ മാഷ് പറഞ്ഞത്. മൂട്ടയായിട്ട് ജനിക്കേണ്ടി വരും. സമ്മേളനത്തിന് മുന്നോടിയായി കേളൻകവലിൽ നിന്നും വാദ്യമേളങ്ങളുടെയും നിരവധി നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്ര പുറപ്പെട്ടിരുന്നു. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം സമ്മേളനവേദിയായ പഞ്ചമി നഗറിൽ ഘോഷയാത്ര എത്തിച്ചേർന്നു. സമ്മേളനത്തിന് ശേഷം ഗിരീഷ് രാമഗിരി നയിച്ച കുട്ടനാടൻ കായൽ മ്യൂസിക് അവതരിപ്പിച്ച നാടൻ പാട്ടും അരങ്ങേറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ സെപ്റ്റംബർ 17-ന് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യേകമായി മഹാത്രിപുര സുന്ദരി പൂജ നടത്തി. ഉത്രാടം നാളിൽ ക്ഷേത്ര ദർശനം നടത്തിയ പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് IAS ആയിരുന്നു പൂജയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ എല്ലാ വർഷവും ചക്കുളത്തുകാവ് ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി പൂജ നടത്താറുണ്ടെന്ന് ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി അറിയിച്ചു. ഇക്കുറി ഉത്രാടം നാളിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ
പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് IAS ആണ് പൂജയ്ക്കുള്ള ക്രമീകരണങ്ങൾ നടത്തിയതെന്നും രാധാകൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു. ഭാരതത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം പ്രമാണിച്ച് ത്രിപുരസുന്ദരി പൂജ നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ ദീർഘായുസ്സിനും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനുമായിട്ട് ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഇതുപോലെ അദ്ദേഹത്തിന്റെ പേരിൽ ത്രിപുരസുന്ദരി പൂജ നടത്തി വരികയാണ്. പശ്ചിമബംഗാൾ ഗവർണർ ആനന്ദബോസ് സാറിന്റെ പ്രത്യേകം പരിഗണനയും അദ്ദേഹം ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുകയും പൂജയ്ക്ക് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്ത് അദ്ദേഹം ഇതിനുവേണ്ട നിർദ്ദേശങ്ങളും നേതൃത്വങ്ങളും നൽകുകയുണ്ടായി. അതിന്റെ പേരിൽ ഈ പ്രാവശ്യവും നരേന്ദ്രമോദി അവർക്ക് എല്ലാ നന്മകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് വളരെ ഭക്തി നിർഭരമായ ത്രിപുരസുന്ദരി പൂജ ഈ ക്ഷേത്രത്തിൽ നടത്തി. മുഖ്യ കാര്യദർശിക്ക് പുറമെ കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി, മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത്ത് B നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് ഉൾപ്പെടെ നിരവധി ഭക്തജനങ്ങൾ പൂജാകർമ്മങ്ങളിൽ പങ്കെടുത്തു. ചെറുവള്ളംകളിയെങ്കിലും ആവേശം ഒട്ടും ചോരാതെയായിരുന്നു വെളിയനാട് ജയശ്രീ ക്ലബ് 3ാമത് ജലോത്സവം. സാംസ്കാരിക സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. ജയശ്രീ ക്ലബ്ബ് ഒരുക്കിയിരിക്കുന്ന ഓണാഘോഷ പരിപാടിയിലും അതോടൊപ്പം തന്നെ ഈ ചെറു വള്ളംകളി മത്സരത്തിലും ഇത്രയും വലിയൊരു ജനാവലി ഇവിടെ സമ്മേളിച്ചിരിക്കുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായും ജയശ്രീ ക്ലബിനെ ഞാൻ ഹാർദവമായി അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ പ്രദേശത്തെ ആളുകൾ എല്ലാവരും കൂടി ഒത്തുകൂടുന്ന, എല്ലാവർക്കും ഒരുമിച്ച് ആഹ്ലാദിക്കുവാനും സന്തോഷിക്കുവാനും ആവേശം പകരുവാനും കഴിയുന്ന തരത്തിൽ ഇത്തരമൊരു ചെറു വള്ളംകളി മത്സരം ഇവിടെ സംഘടിപ്പിച്ച ജയശ്രീ ക്ലബിനെ ഞാൻ ഹാർദവുമായി അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു വള്ളംകളിയും സംഘടിപ്പിച്ചത്. 1, 2, 3, 5, 14 തുഴക്കാരുള്ള വള്ളങ്ങളുടെ മത്സരമാണ് നടത്തിയത്. പ്രവാസി വ്യവസായിയും RC ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ റിജി ചെറിയാൻ ജലമേള ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം പ്രമോദ് വെളിയനാടിനെ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ശ്രീകുമാർ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM അഭിലാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MV വിശ്വംഭരൻ, CV രാജു, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക നേതാക്കൾ, ക്ലബ് ഭാരവാഹികളായ PC മോനിച്ചൻ, സന്തോഷ് തോമസ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജിനോ ജോസഫ് എന്നിവർ സംസാരിച്ചു. രാമഗിരി പോലീസ് സബ് ഇൻസ്പെക്ടർ ശൈലകുമാർ സമ്മാനദാനം നിർവഹിച്ചു. കാവാലം സ്റ്റേ ബസ് പുനരാരംഭിക്കുന്നു. ജീവനക്കാർക്കുള്ള സ്റ്റേ റൂമിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടത്തും. ഫലം കണ്ടത് ജനകീയ പ്രതിരോധ സമിതി കുട്ടനാട് താലൂക്ക് കമ്മിറ്റിയുടെയും KCV ന്യൂസിന്റെയും ശക്തമായ ഇടപെടലുകൾക്ക്. കഴിഞ്ഞ 5 വർഷമായി കാവാലം നീലമ്പേരൂർ നിവാസികൾ നിരന്തരം ഉന്നയിക്കുന്ന പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരമാകുന്നത്. നേരത്തെ കാവാലത്ത് നിന്നുമുണ്ടായിരുന്ന സ്റ്റേ ബസ് സർവീസുകൾ പുനരാരംഭിക്കണം എന്ന ആവശ്യമായിരുന്നു ഇത്. എന്നും രാവിലെ 5-ന് കോട്ടയത്തിനും ചങ്ങനാശ്ശേരിക്കും കാവാലത്ത് നിന്നും ബസ്സുകൾ പുറപ്പെട്ടിരുന്നു. കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഈ സർവീസുകൾ നിർത്തിവയ്ക്കുകയായിരുന്നു. എന്നാൽ ഈ സർവീസ് ഇല്ലാതായതോടെ ദൂരയാത്ര ചെയ്യുന്നവരും തൊഴിലാളികളും ദുരിതത്തിലായി. ഈ സാഹചര്യത്തിലാണ് സ്റ്റേ ബസ്സുകൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് KCV ന്യൂസ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ജനകീയ പ്രതിരോധ സമിതി ഈ ആവശ്യം ഉന്നയിച്ച് അധികാര കേന്ദ്രങ്ങളിൽ നിരന്തരം സമ്മർദ്ദവും ചെലുത്തിയിരുന്നു. KSRTC ജീവനക്കാർക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൗകര്യമൊരുക്കിയാൽ സ്റ്റേ ബസ് ഏർപ്പെടുത്താം എന്നായിരുന്നു വകുപ്പ് മന്ത്രിയുടെ മറുപടിയെന്ന് സമിതി സെക്രട്ടറി PR സതീശൻ പറഞ്ഞു. എടുത്തുകൊണ്ട് കാവാലത്തെ സ്റ്റേ ബസ്സുകൾ പുനരാരംഭിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ജനകീയമായ ഇടപെടൽ ഇന്ന് വിജയം വരികയാണ്. നാളെയാണ് ഈ സ്റ്റേ ബസിന്റെ ഔപചാരിക ഉദ്ഘാടനം നടക്കുന്നത്. ഇവിടെ പഞ്ചായത്തിന്റെ തയ്യാറാക്കപ്പെട്ട ആ മുറിയുടെ ഉദ്ഘാടനവും നാളെ നടക്കുകയാണ്. അപ്പോൾ നാളെ നടക്കുന്ന ഈ ഉദ്ഘാടന സമ്മേളനം വിജയിപ്പിക്കാൻ ഏവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ സമ്മേളനം മുഖ്യ അതിഥിയായിട്ട് കോട്ടയം RTO അനിൽകുമാർ സാർ പങ്കെടുക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരിയിലെ KSRTCയിലെ തുടർന്ന ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരിയിലേക്കും
അതുപോലെ തന്നെ കോട്ടയത്തേക്കും 2 സ്റ്റേ ബസ്സുകൾ ഇവിടുന്ന് രാവിലെ 5 മണിക്ക് പുറപ്പെടും, രാത്രി 10 മണിയോടെ ഇവിടെ എത്തും. തുടർന്ന് അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഈ സർവീസുകൾ പുനരാരംഭിക്കുവാൻ എന്നോട് സഹകരിച്ച ഏവർക്കും ജനകീയ പ്രതിരോധ സമിതിയുടെ നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ ജനകീയ സമിതിയുടെയും കൂടെ സഹകരണത്തോടെ ജീവനക്കാർക്കുള്ള സ്റ്റേ റൂം സജ്ജമായിരിക്കുകയാണ്. സ്റ്റേ റൂമിൻ്റെ ഉദ്ഘാടനം ബുധനാഴ്ച വൈകുന്നേരം 4-ന് പഞ്ചായത്ത് പ്രസിഡന്റ് PJ ജോഷി നിർവഹിക്കും. ജനകീയ പ്രതിരോധ സമിതി കുട്ടനാട് താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് ലാലിച്ചൻ പള്ളിവാതിക്കൽ അധ്യക്ഷനായിരിക്കും. KSRTC കോട്ടയം DTO P അനിൽകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. SNDP യോഗം ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം 1A ശാഖയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കുടുംബസംഗമവും ഓണാഘോഷ പരിപാടികളും സമാപിച്ചു. ഓണവെയിൽ 2024 എന്ന പേരിൽ സെപ്റ്റംബർ 16-17 തീയതികളിലായിരുന്നു പരിപാടികൾ. സെപ്റ്റംബർ 16-നും 17-നും ഉച്ചവരെയും കലാകായിക മത്സരങ്ങളാണ് അരങ്ങേറിയത്. 17-ന് ഉച്ചയ്ക്ക് ഓണസദ്യയ്ക്ക് ശേഷം സമാപന സമ്മേളനം ആരംഭിച്ചു. SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് ഖോനാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സന്തോഷം പകർന്നു നൽകിയ 2 ദിവസങ്ങളാണ് കടന്നുപോയത്. ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ വന്ന് കസേരകളി കാണുവാനും പങ്കിച്ചിനുള്ള ഭാഗ്യമുണ്ടായി. വളരെ ഗംഭീരമായ ഓണാഘോഷ പരിപാടികൾ പവിത്രമായ ആനന്ദാശ്രമത്തിൻ്റെ മണ്ണിൽ നടക്കുകയും ഏറെ സന്തോഷമുണ്ട്. കാരണം ഓണാഘോഷ പരിപാടികൾ പലയിടത്തും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഓണാഘോഷ പരിപാടികൾ മാത്രം റെഡിമെയ്ഡായിട്ട് പർച്ചേസ് ചെയ്യാൻ കിട്ടുന്നില്ല. ബാക്കി എല്ലാ സാമഗ്രികളും ഓണസദ്യയും എല്ലാം റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും. ഓണക്കളികൾ മാത്രം നമ്മൾ മനുഷ്യർ കൃത്യമായിട്ട് ആഘോഷിച്ചാൽ മാത്രമേ പറ്റൂ. സമ്മേളനത്തിൽ ശാഖായോഗം പ്രസിഡന്റ് TD രമേശൻ അധ്യക്ഷനായിരുന്നു. യൂണിയൻ വൈസ് പ്രസിഡന്റ് PM ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി സുരേഷ് പരമേശ്വരൻ കുടുംബസംഗമ സന്ദേശം നൽകി. ശാഖായോഗം സെക്രട്ടറി സന്തോഷ് രവിസദനം, വൈസ് പ്രസിഡന്റ് TS സജിത് റോയ്, N നടേശൻ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ സംഘം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശോഭ ജയചന്ദ്രൻ, കുടുംബ യൂണിറ്റ് മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർ PD മനോഹരൻ എന്നിവർ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് വിതരണവും ഇതോടൊപ്പം നടത്തി. വിശ്വകർമ്മ ജയന്തി ദിനമായി സെപ്റ്റംബർ 17 BMSന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി BMS കുട്ടനാട് വെസ്റ്റ് മേഖലയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തി. മങ്കൊമ്പ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നെടുമുടി ബോട്ട് ജെട്ടിയിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന സമ്മേളനം BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി K മനോജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയൊട്ടാകെ എല്ലാ മേഖലകളിലും നമ്മുടെ വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചു വരികയാണ്. എല്ലാ മേഖലയിലും പ്രകടനങ്ങളും പൊതുസമ്മേളനവും നടന്നു വരികയാണ്. അതിനുള്ള ഭാഗമായാണ് നമ്മുടെ ഈ കുട്ടനാട് വെസ്റ്റ് മേഖലയിൽ ഇന്ന് നടന്ന ഈ പ്രകടനവും പൊതുസമ്മേളനവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ സെപ്റ്റംബർ 17 എന്ന് പറയുന്നത് ദേശീയ തൊഴിലാളി ദിനമായി നമ്മൾ 1955 BMSൻ്റെ നേതൃത്വത്തിൽ ജൂലൈ 23-ന് സ്ഥാപിതമായ BMSലൂടെ സെപ്റ്റംബർ 17 ദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചു വരുന്നു. എല്ലാ വർഷവും നമ്മൾ ഈ തൊഴിലാളി ദിനം സെപ്റ്റംബർ 17-ന് ആചരിച്ചു വരുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പാർട്ടി ഭരിക്കുന്ന സ്ഥലങ്ങളിൽ അവർ മെയ് 1 മെയ് ദിനമായി ആചരിച്ചു വരുന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളികളാൽ സ്ഥാപിതമായ സംഘടനയാണ് BMS. യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് രമണൻ അധ്യക്ഷനായിരുന്നു. മേഖലാ സെക്രട്ടറി ദീമോൻ, ജില്ലാ കർഷക തൊഴിലാളി പ്രസിഡന്റ് K കൃഷ്ണൻകുട്ടി, സജി, കണ്ണപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ഊരിക്കരി പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടത്തിവന്ന ഓണാഘോഷ പരിപാടികൾ സമാപിച്ചു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 14 മുതൽ 16 വരെയായിരുന്നു ഓണാഘോഷങ്ങൾ. കലാകായിക മത്സരങ്ങൾ, സാംസ്കാരിക സമ്മേളനം, ആദരിക്കൽ തുടങ്ങിയ പരിപാടികളാണ് ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയത്. 16 വൈകുന്നേരം 5-നായിരുന്നു സമാപന സമ്മേളനം.
നമ്മുടെ രാജ്യം കണ്ട, നമ്മുടെ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ആ വയനാട് ദുരന്തത്തെ ഓർമ്മിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങളായി എല്ലാ വർഷവും നടത്തി വന്നിരുന്ന നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ ഓണാഘോഷ പരിപാടി നടത്താതെ അത് നിർത്തിവെക്കുകയും ചെയ്തത്. എങ്കിലും ഓണം എന്ന് പറയുന്നത് നമ്മളുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉത്സവം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നാനാജാതി മതസ്ഥരും സർവ ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത വ്യത്യാസമന്യേ വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന നമ്മളുടെ ദേശീയ ഉത്സവമാണ് ഓണം. ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. അപ്പോൾ ആ ഓണാഘോഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ ചെറിയ ആഘോഷങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും നടന്നു വരുന്നുണ്ട്. സമ്മേളനത്തിൽ രക്ഷാധികാരി MD രാമഭദ്രൻ അധ്യക്ഷനായിരുന്നു. ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജ് അധ്യാപകൻ G രാജു മുഖ്യപ്രഭാഷണം നടത്തി. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KG മോഹനൻപിള്ള, അഡീഷണൽ സെക്രട്ടറി GGC ഡൊമിനിക് എന്നിവർ പ്രതിഭകളെ ആദരിച്ചു. രാമങ്കരി പോലീസ് ഇൻസ്പെക്ടർ V ജയകുമാർ സമ്മാനദാനം നിർവഹിച്ചു. ലൈബ്രറി പ്രസിഡന്റ് PV ബാലകൃഷ്ണൻ, സെക്രട്ടറി NS സതീഷ് കുമാർ, രാമങ്കരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന റജപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമോദ് ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം KP അജയഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു. കളങ്ങര പുതുക്കരി യുഗതാര വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. സെപ്റ്റംബർ 15, 16 തീയതികളിലായിരുന്നു വിവിധങ്ങളായ പരിപാടികൾ. കുട്ടനാടുമായി ബന്ധപ്പെട്ട വിവിധ ഇനം പാട്ടു മത്സരങ്ങളാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി പ്രധാനമായും സംഘടിപ്പിച്ചത്. 16 വൈകുന്നേരം 6 ചേർന്ന സാംസ്കാരിക സമ്മേളനം ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ മാക്കിൽ ഉദ്ഘാടനം ചെയ്തു. മുഹാദിന്റെ പാട്ടിന്റെ തുടക്കം ഇങ്ങനെയാണ്: പണ്ടെങ്ങാണ്ട് ഒരു നാടുണ്ടായിരുന്നേ, ഓർക്കുന്നുണ്ടല്ലേ? ആ നാട്ടില് പുഴയുണ്ടായിരുന്നേ, പുഴ നിറയെ മീനുണ്ടായിരുന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടായിരുന്നേ, അല്ലേ? അങ്ങനെ ഒരു പാട്ടുണ്ട്. എനിക്കത് കുട്ടികൾക്കെല്ലാം കാണാതറിയാവുന്ന ഒരു പാട്ടാണ്. ആ പാട്ടില് എന്നെ വല്ലാതെ സ്പർശിച്ച 1-2 വരികളുണ്ട്. അതൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലൊരു വരിയില്ല, ഒരു ഭാഗം: പണ്ടും പല മതമുണ്ടായിരുന്നേ, അതിനപ്പുറം അൻപുണ്ടായിരുന്നേ. അൻപ് എന്ന് പറയുന്നത്, അല്ലേ, അൻപുള്ളവനാണ് ജീവി എന്ന് പറയുന്നത് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ് പറഞ്ഞത്, അല്ലേ? അൻപുള്ളവനാണ്, ദയുള്ളവൻ, കരുണയുള്ളവൻ, അനുകമ്പയുള്ളവൻ, ആർദ്രതയുള്ളവനാണ് ജീവി. ജീവന്റെ ലക്ഷണമാണ്. അപ്പോൾ പണ്ടും പല മതം ഉണ്ടായിരുന്നു. ആ മതത്തിനപ്പുറമായിരുന്നു, അതിനപ്പുറമായിരുന്നു അൻപ് എന്നുള്ള വികാരം. എന്റെ പടച്ചോ നിന്റെ ഭഗവാൻ എന്നൊരു തല്ലില്ലായിരുന്നേ. ഒരു പഴയ കാലത്തെ കുറിച്ച് പറഞ്ഞത്. ആ പഴയ കാലത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള ഓർമ്മയാണ് ഈ ഓണക്കാലത്ത് വരുന്നത്, അല്ലേ? യോഗത്തിൽ യുഗതാര പ്രസിഡന്റ് CD രഞ്ജിത്ത് അധ്യക്ഷനായിരുന്നു. തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B നായർ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം സുജി സന്തോഷ്, CK പ്രസന്നകുമാർ, M അൻവർ, ശ്രീരാഗ് സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6865 രൂപ, പവന് 54,920 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.